ഹലോ, അസ്സലാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എന്താണ് കുറവുണ്ട് കേട്ടാ. ചുമയാണ്. ചുമ എന്ന് പറഞ്ഞാല് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞാല് കഫക്കെട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് മുറിഞ്ഞ് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഒന്നില്ലെങ്കിൽ മൂക്കൊലിക്കണം, ഒന്നില്ലെങ്കിൽ കഫ നമ്മൾ കുറച്ചാൽ തുപ്പിക്കളയണം. അത് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത അവസ്ഥ. ചുമ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുക. വേറെന്ത് ശേഷം? കുറേ ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറവുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയാണ് ചുമ. രാത്രി എന്ന് പറഞ്ഞാല് നല്ല ചുമയാണ്. ചുമക്കുമ്പോ നെഞ്ഞിന്റെ ഉള്ളെല്ലാം ഭയങ്കര പച്ച മുറിവ് തട്ടും പോലെ ഇപ്പോഴും വേദന. ഇവിടെ എല്ലാം വേദനയാണ്. ചൂടെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് ഡോക്ടർ പറഞ്ഞ് ചൂടെള്ളം ഇങ്ങനെ ഇടക്ക് കുടിച്ചും കൊണ്ട് നിൽക്കണം. അപ്പൊ വേറെന്തൊക്കെ വിശേഷം? എല്ലാവരും കമന്റും കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഞാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രോഗം കൊണ്ടെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോ എത്ര നമ്മൾ ഒറ്റപ്പെട്ടാലും അസുഖം ഇല്ലെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ പറ്റും. പക്ഷെ അസുഖം വരുമ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു ഒറ്റപ്പെടലാണല്ലേ. അസുഖം വന്ന് നമ്മൾ ഈ ഒറ്റക്ക് കെടുക്കലും ഒരു വെള്ളം വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സ് പൊട്ടിപ്പോവും. ഇത്രയും നമുക്ക് അപ്പോഴാണ് നമ്മൾ വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോണ് അല്ലേ. അല്ലാതൊന്നും നമുക്ക് നമ്മളെ ജോലിയായി റൂമിൽ വന്ന് നമുക്ക് സമയമില്ല. അപ്പോൾ രാത്രിയായി കിടന്നുറങ്ങി പിന്നെ രാവിലെ ജോലിക്ക് പോകും. നമുക്ക് അത്ര ടെൻഷൻ വരില്ല. പക്ഷെ അസുഖമായി നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം എത്ര ദിവസമായി ജോലിക്ക് പോയിട്ടെന്നറിയോ? ഇനി എന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താന്ന് പറഞ്ഞാൽ അത്രയും ചുമയാണ്. രാത്രി ഫുള്ള് നേരം പൊളുക്കോളം ചുമ എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് കുത്തി ചുമ വരും. അപ്പോൾ ഗുളികയെല്ലാം തന്നീന് ഡോക്ടർ. പിന്നെ വേറെന്താ വിശേഷം? സുഖല്ലേ? പിന്നെ ഇങ്ങനെ ഒരേ രോഗം വരുന്നു. പ്രായമായില്ലേ പ്രായമാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ രോഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആദ്യത്തെ അതിൽ ഓടി പിടിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരാഴ്ച നല്ല പോലെ ആണെങ്കിൽ പിറ്റത്തെ ആഴ്ച അസുഖങ്ങളാ. എന്താ ചെയ്യലേ? നമുക്കും ജീവിക്കണ്ട പപ്പു. പിന്നെന്തൊക്കെ? കുറച്ചും കൂടി കട ഉണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് 1 മാസം 2 മാസം നിൽക്കണം എന്നുണ്ട്. പക്ഷെ കടം വെച്ചിട്ട് നമുക്ക് പോയാൽ നമുക്ക് ഉള്ള സമാധാനം നഷ്ടപ്പെടും. അവിടെ നിന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ ചിലവ് നമുക്ക് നമ്മൾ തന്നെ ഒരാൾ അയച്ചു തരാനോ ഒരാൾ ഇന്ന കൂട്ടിക്കോന്ന് പറയാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ കുടുംബം പോറ്റുന്ന നമ്മൾ അവിടെ പോയി നമുക്ക് ആരും തരാനില്ല. പിന്നെയും വീണ്ടും കടങ്ങളാവും. അവിടെ സ്വർണം കൊണ്ടുപോയി വെക്കും. നാട്ടുകാരോട് വാങ്ങലില്ല കേട്ടോ. സ്വർണ്ണങ്ങൾ തന്നെ ഇപ്പം മോളത്താണെങ്കിലും കുടുംബത്തിൽ ആരുടെങ്കിലും എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെന്തൊക്കെ? പിന്നെ വേറെന്താ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പ്. പക്ഷെ എനിക്ക് ഒരു കൊല്ലം ഞാൻ പറഞ്ഞില്ല, ഒരു ഷർട്ട് പോലും ഞാൻ വാങ്ങാറില്ല. പക്ഷെ ഇക്കൊല്ലം ഞാൻ തുടക്കത്തിലേ വാങ്ങിയിട്ടുണ്ട് ഷർട്ട്. അത്രയും തണുപ്പും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അസുഖങ്ങൾ കയറുന്നു. പിന്നെന്താ? ഇതാണ് പ്രശ്നം, ചുമ. പനി ഉണ്ടെങ്കിൽ തന്നെ ജോലിക്ക് മക്കളും കാര്യങ്ങളും എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ പനി ഉണ്ടെങ്കിൽ തന്നെ ഒരു പറയും വരണ്ട താത്താന്ന്. അപ്പോൾ ചുമയും പനിയും കൂടി ആകുമ്പോൾ എന്താ ചെയ്യുക? ഇനി റൂമിലിരുന്ന് പിന്നെ ഫ്രണ്ട് വിളിക്കും. ഓളെ അങ്ങോട്ട് പോകണമെങ്കിൽ 15, ഇങ്ങോട്ട് പോകണം 15. 30 റിയാലാണ് വണ്ടിക്കൂലി. പിന്നെ അവിടെ പോയിട്ട് വെറുതെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഓളിപ്പോൾ ഇന്ന് രാവിലെയും വിളിച്ച് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അവള് പ്രസവ പണിക്ക് പോന്നേ. അപ്പോൾ പണിയില്ല. അപ്പോൾ പറഞ്ഞ ഇങ്ങോട്ട് പോവാ, വെറുതെ അവിടെ ഇരിക്കണ്ട. പക്ഷെ ആവൂല. നമുക്ക് വണ്ടിക്കൂലി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ തന്നെ നല്ലൊരു 300-375 റുപ്യ റിയാല് ആശുപത്രിയിൽ
ഹെൽത്ത് കാർഡ് ഉണ്ട്. എല്ലാവരും ചോദിച്ചാൽ ഹെൽത്തിൽ പോയിക്കൂടെ, ഹെൽത്ത് കാർഡ് പുതുക്കിയിട്ടില്ല മോനെ. അതുമല്ല, ഹെൽത്ത് കാർഡിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ പോയി ആ ഡോക്ടറെ കിട്ടണമെങ്കിൽ കുറച്ച് പണി. എനിക്കാണെങ്കിൽ നിൽക്കാൻ വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചിട്ട് ഡോക്ടർ ഗുളിക ഇഞ്ചക്ഷനൊക്കെ തന്നാൽ ഈ സമാധാനത്തിൽ നിൽക്കാലോ എന്നുള്ള ഇതാണ്. ഞാൻ ഹെൽത്തിൽ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ പൈസ കുറവല്ലേ. പക്ഷെ ഒരു വട്ടം കാണിച്ച പ്രശ്നം തീരുമായിരുന്നു. ഒരു വട്ടം കാണിച്ച എല്ലാ പരിശോധനയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ മരുന്ന് എഴുതും. ആ ഒരു വിഷമം തന്നെ ഉള്ളൂ. രാവിലെ പോയാൽ ഉച്ചെല്ലാം ഓർന്ന് വരണം. ഒറ്റ പ്രാവശ്യം ആ ഇടങ്ങറുള്ളൂ ഡോക്ടറെ കാണിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികയെല്ലാം ആവും തന്നെ 10-20 ഉറുപ്പ്യെല്ലാം ആവുള്ളൂ 2-3 മാസത്തിനെല്ലാം. അത് ഏറ്റവും നല്ലത്. ഹെൽത്ത് ഒന്ന് പുതുക്കണം. കുറേ ആയി പുതുക്കിയിട്ട്. ഇവിടെ തന്നെയാണ് എനിക്ക് ഹെൽത്ത് കിട്ടിയിട്ടുള്ളത് തന്നെ ന്യൂസലാത്തയിലാണ്. ആ ക്ലിനിക്കിലാണ് കിട്ടീനപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ട് ബുദ്ധിമുട്ടണ്ട, വേഗം എത്തും. പക്ഷെ പുതുക്കിയിട്ടില്ല. പുതുക്കാതാകുമ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ പൈസ പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. വേറെന്താ, താത്താക്ക് കുറവുണ്ട്, ചുമയും കാര്യമല്ലോ. ചുമയാണ്, ബാക്കി പനിയില്ല. പനി ഇന്നലെ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞത് പനിയേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ തൊണ്ടവേദനയും ചുമയും പിന്നെ നമ്മൾ ചുമച്ചിട്ടാണ് നെഞ്ഞിൻ്റെ ഉള്ളിൽ വേദന അല്ല, ശരീരവേദന നിൽപ്പില്ല. നെഞ്ഞിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന, പച്ച മുറിവ് തൊട്ട പോലെ. വെള്ളം ഇറങ്ങുമ്പോൾ വരെ വേദന. എനിക്ക് തോന്നുന്നു ചുമച്ച് നേരം വെളുക്കോളം ചുമക്കില്ല ഉറങ്ങാതെ. അതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ നാട്ടിലെല്ലാവർക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഓലെല്ലാം സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വേറെന്താ, കുറച്ചും കൂടി ഒരു കടമുണ്ട്. കടം വീട്ടിയാൽ ഒരു 2 മാസത്തിന് നാട്ടിൽ പോകണം. ഒന്ന് ഉമ്മാനൊരു ഡോക്ടറെ കാണിക്കണം. ഉമ്മാക്ക് ഒരു മുഴയുണ്ട്. ഞാൻ കാണിച്ചതാണ്. ഞാൻ വരുന്ന തലേന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട, ഇനി നമുക്കത് വളരുന്നുണ്ടോ നോക്കാം, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ, ഈ പ്രായത്തിൽ പാവം. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വേണ്ട, ഇപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോയിട്ട് ഉമ്മാനെ ഒന്ന് കാണിക്കണോ. പിന്നെ ഉമ്മാക്ക് ഒന്ന് മമ്പറം പോകുന്നുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അതൊന്ന് കൊണ്ടുപോകണം, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒന്നും ഉണ്ട്. പക്ഷെ നാട്ടിൽ പോകുക എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടൊരു കാര്യമോ ഒന്നും മനസ്സിലാവുന്നില്ല. വേറെന്തൊക്കെ, സുഖമല്ലേ? അപ്പം എല്ലാവരും ദുആ ചെയ്യാൻ കൊണ്ട് നമ്മൾ പ്രവാസികളെ അസുഖം വന്നാൽ തളരും അല്ലേ. ഈ ചങ്കിലിങ്ങനെ പിടിക്കുന്നു. നമ്മൾ പ്രവാസികൾക്ക് അസുഖം വന്നാൽ നമ്മൾ തളർന്നു പോകും അല്ലേ. അതിൽ നമ്മൾ ആദ്യമേ കാണിക്കണം. എല്ലാം മൈൻഡ് ചെയ്യാതെ എന്നിട്ട് കാര്യമില്ല. ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പൈസ പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗുളിക 2 ഗുളിക വാങ്ങിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങ് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ ഇതേപോലെ വന്നാൽ നമ്മൾ ഇടങ്ങറാവും. ഇന്നലെ ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് 10:30ക്കാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്, ട്രിപ്പെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര വരൂല. പക്ഷെ നമ്മൾ ചെയ്യൂല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. അതേ ഉമ്മ ഇന്നലെ എന്നോട് പറയണത്, ഓള് ചീത്ത പറഞ്ഞിട്ട് ഉമ്മ കാണിക്കുക പറഞ്ഞിട്ട് സൗകര്യം എനിക്ക് തരൂല, ഓള് രോഗം വന്നാൽ പോകുമില്ല. ഉമ്മ അങ്ങനെ ഇന്നലെ പറയണത്. അവള് നമ്മളെല്ലാരും പിന്നെ പറഞ്ഞേക്ക അവള് നല്ല ആളാണ്. ഓക്ക് എന്തെങ്കിലും വന്നാൽ ഓള് ആ റൂമിൻ്റെ ഉള്ളിൽ കെടുക്കും, പണിക്കും, അല്ലെങ്കിൽ പണിക്ക് പോകും, മൈൻഡേ ചെയ്യൂല. ശരി തന്നെയാണ്. നമുക്ക് ഓർക്ക് വന്നെന്ന് പറഞ്ഞാലല്ലേ നമ്മൾക്ക് പിന്നെ സമാധാനം ഇവിടെ കിട്ടൂല. ജോലിക്ക് ഓരോരുത്തരും സമാധാനം കിട്ടും, റൂമിനാണ് സമാധാനം കിട്ടും. ഓല് പോയി ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് എല്ലാം ചെയ്ത് അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലേ നമുക്ക് ഇവിടെ സമാധാനം കിട്ടും. പക്ഷെ നമ്മളെന്താണ് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്നാണ് എനിക്കിത് ഇതാവാത്തത്. ഒരു രോഗം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കൂല. ഈ ചങ്ക് എന്താണ് ഇങ്ങനെ എന്നെ അടങ്ങറാക്കുന്നേ, കരച്ചിലും വരുന്നുണ്ട്. വേറെന്താ വിശേഷോ? അപ്പൊ താത്താക്ക് സുഖമുണ്ട്, കുറവുണ്ട് എന്ന് ഈ അസുഖത്തിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവൂലേ. സാരമില്ല കേട്ടോ, നല്ല വീഡിയോ എല്ലാം ഇടും ഞാൻ.
കുക്കിങ്ങും കാര്യമെല്ലാം ആയിട്ട് സൂക്കേട് മാറട്ടെട്ടാ. സൂക്കേട് മാറിയിട്ട് ഞാൻ പിന്നെ നല്ല നല്ല വീഡിയോ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ പോയിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. ഒന്നാമത് എനിക്ക് അലർജിൻ്റെയാണ്. അവിടെ എവിടെ പാർക്കിലോ ഇപ്പം എവിടെയെല്ലാം പോയി എടുത്തിട്ടുണ്ടെങ്കിൽ താത്ത ഈ ഇടങ്ങറാവുന്നു. താത്ത ഇടങ്ങറായ താത്താൻ്റെ പൈസ മൊത്തം ആശുപത്രി കൊടുക്കും. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും താത്താൻ്റെ കട കുറച്ച് കട ഉണ്ട്, ആ കട ഒന്ന് വിടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യും കേട്ടാ. അപ്പോൾ കടയെല്ലാം വീടിയാൽ താത്ത പോയിട്ട് ഒരു മാസം നാട്ടിൽ നിന്നിട്ട് വരാം. എന്നാൽ തന്നെ ഒരു സമാധാനമാവും. അപ്പോൾ മനസ്സൊരുക്കി താത്താൻ്റെ കടം വീടാൻ ഒന്ന് ദുആ ചെയ്യേ. അപ്പം ഇത്രയേ ഉള്ളൂ താത്താക്ക് പറയാൻ. കടയില്ലെങ്കിൽ താത്ത ഇന്നലെ എങ്ങനെയും ടിക്കറ്റ് എടുത്ത് കയറിപ്പോയാൽ അത്രയും വയ്യ കട ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല താത്ത കയറിപ്പോയി ഒരു മാസം അവിടെ നിന്ന് ഡോക്ടറെല്ലാം കാണിച്ച് വരികയായിരുന്നു. എനിക്ക് രാത്രി ആകുമ്പോൾ പേടിയാ ചുമണ്ട്. എന്താ ചെയ്യല്ല, സഹിച്ചല്ലേ പറ്റൂ. ഇതിനെക്കാട്ടി വലിയതെല്ലാം നമ്മൾ സഹിച്ചു. ഇവിടത്തെ എത്തിയില്ലല്ലേ, ഇത്രങ്ങാനും സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദന, തൊണ്ടവേദന പോയിട്ടാ. തൊണ്ടവേദന ഇപ്പം ചെറുങ്ങനെ ഇവിടെ ഒരു പിടുത്തുള്ളൂ. എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. മിഞ്ഞാന്നൊന്നും ഭക്ഷണം കഴിക്കാനേ പറ്റിയിട്ടില്ല. ഈ ചുമയും കൂടി നിന്നാൽ സമാധാനമാവും. പനിയും ഇല്ല. ഞാൻ 5 ദിവസത്തെ ഗുളിക തന്നീന്. ഡോക്ടർ പറഞ്ഞു 5 ദിവസം കുടിക്കണം എന്നാലേ പോകുള്ളൂ തീർന്ന്. വേറെന്താ, ഓക്കെ എന്നാലേ. ഇനി വർത്താനം പറയുമ്പോൾ ചുമ വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താത്താൻ്റെ പഴയ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് അടിക്ക്, സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ എനിക്കൊരു ചതി പറ്റിയിട്ടാ. നമ്മൾ വീഡിയോ എല്ലാം നല്ല ഓപ്പൺ അയക്കുമ്പോൾ എനിക്ക് അറിയില്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കും ഇടും. അപ്പോൾ നമ്മളാ ഇത് എന്താണ് മോട്ടിവേഷനാ എന്ന് പറയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിച്ചോ. അത് നമ്മൾ ഓണാക്കാൻ മറന്നിട്ടാ. അപ്പം ഇത്രയും നമ്മൾ നല്ല നല്ല 2 ലക്ഷം എല്ലാം ഒരു വീഡിയോ ഓടിയിട്ടുണ്ട്. അതിലൊന്നും ഇത് ഞാൻ ഓഫിലാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്യവും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇപ്പോഴാണ് അത് മോളോട് ഞാൻ പറഞ്ഞു എന്താ നമുക്ക് പരസ്യം വരാത്തത്. ഓള് നോക്കുമ്പോഴാണ് അത് ഓഫിലാണ് കിടക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഓൾ ഓണാക്കലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക, ഒരുപാട് നല്ല നല്ല വീഡിയോ എല്ലാം ഓടിയത് അതൊന്നും അല്ലാത്ത അവസ്ഥയായി പോയി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നറിയാം എനിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ, ലൈക്ക് അടിക്കുക. താത്താക്ക് അറിയാത്തോ ഞാൻ പറഞ്ഞു, താത്താക്ക് ഒന്നും അറിയാം. താത്ത വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബിലിടും. പക്ഷെ ഇത് ലോണാക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ നല്ല നല്ല സമയമെല്ലാം കഴിഞ്ഞു പോയി. നല്ല പരസ്യം കയറുന്ന വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിൻ്റെ മേലെ കണ്ട വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു, 1 ലക്ഷത്തിൻ്റെ. പക്ഷെ അതിലൊന്നും പരസ്യം കയറിയിട്ടില്ല. ഇത് ഓഫാക്കി വെച്ചോണ്ട് ഇപ്പോഴാണ് അത് ഓണാക്കൽ തുടങ്ങിയത്. അല്ലെങ്കിൽ താത്താക്ക് എപ്പോഴോ എന്തെങ്കിലുമെല്ലാം പിന്നെ കിട്ടാം. ഇപ്പം 2 കൊല്ലമായി. ഇത് ഏത് കാലം കിട്ടും എന്തെങ്കിലും എല്ലാം. പക്ഷെ എല്ലാവരും പ്രതീക്ഷയല്ലേ, തോൽക്കൂല ഞാൻ. തോറ്റാൽ നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാവും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് 2 കൊല്ലമായാലും 3 കൊല്ലമായാലും 5 കൊല്ലമായാലും എന്തെങ്കിലും കിട്ടുമല്ലോ. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ള ഇതുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും. നമുക്ക് എന്തെങ്കിലും കഴിയുന്നത് ഇടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താത്താക്ക് വേണ്ടി ദുആ ചെയ്യട്ടാ. ഓക്കെ. ചുമ വരിക, വർത്താനം പറയണമെന്നുണ്ട് കുറേ, പക്ഷെ ചുമ വരിക.